ഭാരത സർക്കാർ ഉൾപ്പെടെ എന്ന് പറയുന്ന സിനിമയിൽ ഒരിക്കലും ഒരു നായക കഥാപാത്രമാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. കാരണം ശരിക്കും ഇതിൻ്റെ കഥയാണ് ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത്. എൻ്റെ 16 വർഷത്തെ ജേണിയിൽ എൻ്റെ സുഹൃത്തുക്കളായ സിനിമാ സുഹൃത്തുക്കളും പുറത്തുള്ള ആൾക്കാർ എനിക്കൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യണമെന്ന് അവരാഗ്രഹിച്ചിരുന്നു. ശരിക്കും ഞാൻ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കൊരു പേടിയുണ്ടാവും. ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ മറ്റുള്ള ക്യാരക്ടർ റോളിന് ആൾക്കാർ വിളിക്കുന്നില്ല, പേടി ഞാൻ വന്ന കാലത്തെ എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും പോയില്ല. അപ്പോൾ നിസാം റാവുത്തർ എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥാകൃത്താണ് പറയുന്നത്. ഇങ്ങനൊരു പേര് പറഞ്ഞ് ഇതിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ വേറൊരു ആർട്ടിസ്റ്റിനെ സമീപിക്കാം, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അല്ല വേണ്ട, ഇത് നിങ്ങൾ ചെയ്യണം, ഇത് നിങ്ങൾക്ക് ഉള്ള സിനിമയാണ്. അങ്ങനെയാണ് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമ നമ്മൾ പൂർത്തിയാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് സങ്കീർണ പ്രതിസന്ധികളിലൂടെ ഈ സിനിമ പൂർത്തിയാക്കി. രണ്ട് തവണ ഷെഡ്യൂൾ പേക്കപ്പായി. മഴ കാരണം, പ്രകൃതിയിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം. ഇപ്പോൾ നമ്മളെ സിനിമ റിലീസ് ചെയ്യാൻ 1-ാം തീയതി, കാരണം നമ്മൾ ജനുവരിയിലെ ഈ സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ വലിയ സിനിമകളിൽ കൊണ്ടുപോയി ഈ സിനിമയെ ഇതാക്കേണ്ട നമ്മുടെ സുഹൃത്തുക്കളും ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു, ഇത് നല്ലൊരു സിനിമയാണ്, ഇത് തിയേറ്ററിൽ ഓടും. അങ്ങനെ നമ്മൾ സിനിമയില്ലാതെ നോക്കി മാർച്ച് 1 നമ്മൾ പ്ലാൻ ചെയ്തു. ഇടിവെട്ടിയവൻ എന്തോ കടിക്കുക പറഞ്ഞാൽ അന്ന് തിയേറ്റർ സമരം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തിക കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് 1-ാം തീയതി റിലീസ് ചെയ്തേ പറ്റും. അപ്പോൾ 1-ാം തീയതി റിലീസ് ചെയ്യുന്ന പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ബാക്കി ഇവരൊക്കെ കാര്യം ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമ നമ്മളത് ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ ജൂൺ ജൂലൈയിലാണ്. അന്ന് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകളും പല കാരണങ്ങളും ഉണ്ടായി. അതിനുശേഷം നമ്മൾ ഇപ്പോൾ റിലീസിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു ചിത്രങ്ങൾ, ഇപ്പോൾ വലിയ ചിത്രങ്ങൾ നമ്മളിവിടെ ബോക്സ് ഓഫീസിൽ വളരെ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ചെറിയ സിനിമാ ശ്രമങ്ങളും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ സ്പേസ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഈ സിനിമ ഇതിന്റെ ഒരു പ്രമേയത്തിന്റെ വൈവിധ്യം കൊണ്ടും അതുപോലെ ഇതുപോലെ ഇറങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് കൊണ്ടും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഒരു എന്തെങ്കിലും ഒരു വ്യത്യസ്തതയുണ്ട് അതിന്. അപ്പോൾ ഈ സിനിമയ്ക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും സിനിമ നിർബന്ധമായിട്ട് കണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ക്യാരക്ടർ. ഇതിൽ ഞാനൊരു ആശാ വർക്കറിന്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം, ആ ഒരു ടൈറ്റിൽ തന്നെ വളരെ ക്യാച്ചി ആയിട്ട് എനിക്ക് തോന്നി. അത് എന്താണ്, പലവരോടും ഞാൻ പറയുമ്പോഴും അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഈ പടത്തിനെ കുറിച്ച്. ഈ സിനിമയുടെ ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ, ഈ പടത്തിന്റെ ഒരു 2 വാക്കിൽ തന്നെ നമുക്ക് അതിന്റെ ബ്യൂട്ടി നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഭയങ്കര ക്യാച്ചിയാണ്, നല്ലൊരു സിനിമയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കോൺഫിഡൻ്റ് ആണ്. ഇപ്പൊ സുബീഷ് ഏട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴും ഇത്രയും വർഷം ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു ആക്ടർ തന്നെയാണ്. അപ്പോൾ സുബീഷ് ഏട്ടൻ ലീഡായിട്ട് എന്നോട് പിന്നെ ചോദിച്ചു, ഗൗരി എന്താ ലീഡ് ക്യാരക്ടേഴ്സ് ആണല്ലോ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും എടുക്കുന്ന എന്തിനാണെന്നൊക്കെ പലവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കഥയിൽ ഹീറോ ഹീറോയിൻ അങ്ങനെയൊന്നും ഇല്ലാതെ ഓരോ ക്യാരക്ടേഴ്സിനാണ് അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ്. നമ്മളെല്ലാവരും ആ കഥാപാത്രമായി മാറും. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളിൽ ഭാഗമാവാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. അങ്ങനത്തെ ഒരു ആക്ടറായി ആവണം തന്നെയാണ് എൻ്റെ ഒരു, ഇങ്ങനത്തെ സിനിമകൾ സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൃഷ്ണൻ സാറും പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നും വളരെ ഹാപ്പിയാണ്. ഇപ്പം ഇതിൻ്റെ ടീസറും സോങ് റിലീസൊക്കെ കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കുറേ ആശമാരുടെ അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി ഈ ഒരു സിനിമയിലൂടെ. ആശമാരോട് എനിക്ക് നല്ലൊരു റാപ്പോ ഉണ്ട്. അവരെ കുറേ പേരെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞാൻ സിറ്റിയിലാണ് വളർന്നത്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ തന്നെയാണ്, ഒരു നാട്ടുപുറം
ഒരു നാടൻ പെൺകുട്ടി ദിവ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ പടങ്ങളും നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആയാലും ബ്രഹ്മയുഗം, പ്രേമലു, ഇതെല്ലാം ഇപ്പോൾ തിയേറ്ററിൽ കുറേ പേര് എല്ലാവരും വന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ പടവും എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. താങ്ക് യു. എനിക്ക് ഈ ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഇഷ്ടമാണ്. കാരണം സാറിന്റെ സിനിമയിലൂടെ വന്നെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് എൻ്റെ ക്യാരക്ടർ. ചാലഞ്ചിങ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു. കാരണം കോർട്ട് റൂം സീൻസിലൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളിപ്പം ഡയലോഗ്സ് കിട്ടുമ്പോൾ മനസ്സിലാക്കി പറയുന്നതിനേക്കാൾ കുറച്ച് കാണാതെ പഠിക്കേണ്ട വന്നത് ഈ സിനിമയിലായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാർച്ച് 1 സിനിമ കാണണമെന്നാണ് എനിക്ക് പറയാൻ.